ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കൊട്ടിയൂർ യാത്രയ്ക്ക് വേണ്ടിയിട്ട് പുറപ്പെടുക കേട്ടോ. ബസ്സിലാണ്. അപ്പോൾ ഒരു 19 പേരൊക്കെ ഉണ്ടാവും കേട്ടോ ബസ്സിൽ. രാത്രി 12 മണിക്കാണ് യാത്ര. ഒരു 7:30 8 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ അവിടെ എത്തിയത്. അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ വരിയിൽ ബാക്കിലാണ് നിൽക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പിൻ്റെ മേലെയൊക്കെ ഭയങ്കര തിരക്കാട്ടോ, ആൾക്കാർ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കൊട്ടിയൂർ വരുന്നത്. അപ്പോൾ നമ്മൾ ഇട്ട ഡ്രസ്സാൽ മുങ്ങി കുളിച്ചിട്ട് വേണം ഈ അമ്പലത്തിലേക്ക് പോകാൻ. അപ്പോൾ ഞങ്ങൾ തോർത്തൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മുങ്ങി കുളിക്കുന്ന സമയത്തൊന്നും കാണിക്കാൻ പറ്റിയില്ല. കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ കുളിച്ച സമയത്ത് കല്ലെടുത്തിട്ട് ഉരച്ച് അത് കുറി തൊട്ടുമൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അതൊക്കെ ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ അതിന് കഴിഞ്ഞില്ല. അപ്പോൾ എനിക്ക് ചന്ദനാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന ഇതിന് അനുസരിച്ചിട്ട്, കുറിക്കനുസരിച്ചിട്ട് ദൈവങ്ങളെ അനുഗ്രഹം ഉണ്ടാവും എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എനിക്ക് വിഷ്ണു ഭഗവാന്റെ ദർശനമാണ്. എനിക്ക് വിഷ്ണു ഭഗവാന്റെയാണ് എന്നെ അനുഗ്രഹിച്ചിട്ടുള്ളത്. എനിക്ക് ചന്ദനം കിട്ടിയുണ്ട്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ നടന്ന് അമ്പലത്തിലെത്തി. ചുറ്റുപുറം വെള്ളം ആണ്. പിന്നെ അതുപോലെ ആ അമ്പലത്തിൻ്റെ ഉള്ളിലാണ് പൂജയും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഉള്ളിലേക്കൊന്നും ശരിക്കും കാണാനൊന്നും കഴിയുന്നില്ലായിരുന്നു, ഭയങ്കര തിരക്കായ കാരണം. അപ്പോൾ എന്നാലും അവിടെ നിന്ന് എത്തിയതിലും അവിടെ നിന്ന് ആ വെള്ളത്തിലൂടെ ഒന്ന് നടക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ട് ഇങ്ങനൊരു അനുഭവം ഇത്രയും ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ നമുക്കും അവിടെ നിന്ന് സന്ദർശിക്കാനും കാണാനും ഒക്കെ കഴിഞ്ഞല്ലോ. വലിയ സന്തോഷമായിരുന്നു. പിന്നെ ഞങ്ങളെ കൂടെ വന്ന ആൾക്കാരൊന്നും ഈ ഒരു ഭാഗത്തൊന്നും കാണാനില്ലായിരുന്നു കേട്ടോ. പിന്നെയാണ് അവരൊക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങൾ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുള്ളിൽ 3 തിരുമേനിമാരിൽ നിന്ന് ചന്ദനം അരയ്ക്കുന്നുണ്ടായിരുന്നു. പൂജയും കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഭാഗത്തുനിന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ കൂടെ വന്ന ആൾക്കാരൊക്കെ കുറച്ച് ആൾക്കാരെയും കൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് അക്കരെ അമ്പലത്തിലേക്ക് പോവുകയാണ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ വെള്ളത്തിലൂടെയാണ് പിന്നെ അക്കരയ്ക്ക് കടക്കുന്നത്. പാലൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്ത്. പക്ഷേ ഞങ്ങൾക്കിതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇതായിരുന്നു ഞങ്ങൾ തിരഞ്ഞെടുത്ത വഴി കേട്ടോ. ഒരുപാട് ഇഷ്ടമായി എന്തായാലും ഭഗവാനെ കാണാൻ. അവിടുത്തെ മണ്ണിൽ ഒന്ന് ചവിട്ടാനും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളിത് ആരെങ്കിലും പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലമായിട്ടൊന്ന് പോവാൻ, നമുക്കവിടെ എത്താനും ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടാവണം. എന്തായാലും എല്ലാവർക്കും ഒന്ന് കാണാനും അവിടെ തൊഴാനും കഴിയട്ടെ, പോകാനും കഴിയട്ടെ. അപ്പോൾ അക്കരെ അമ്പലത്തിലേക്കുള്ള യാത്രയിലാണ്. ഞങ്ങളെല്ലാ വർഷവും ഇങ്ങനെ ഈ കൊട്ടിയൂർ യാത്ര, അതുപോലെ നാലമ്പലം ചുറ്റുന്ന യാത്ര, തീർത്ഥാടന യാത്രകൾ ഇങ്ങനെ ബസ്സിൽ എല്ലാവരും കൂടെ പോകാറുണ്ട് കേട്ടോ. ഞങ്ങളടുത്ത അമ്പലത്തിൽ നിന്ന് ഞാൻ ഈ ഒരു പ്രാവശ്യം ആദ്യമായിട്ടാണ് പോകുന്നത്. എനിക്ക് എന്തായാലും വലിയൊരു സന്തോഷമായി, മനസ്സ് നിറഞ്ഞു. കുട്ടികളൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ ആൾക്കാർ മാത്രമേ പോയിട്ടുള്ളൂ. ഞാനും ഏട്ടനും മാത്രമേ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോയിട്ടുള്ളൂ. പിന്നെ ഞങ്ങളെ കൂടെയുള്ള അച്ഛന്മാരും അനിയന്മാരും അവരൊക്കെ ഭയങ്കര കെയറായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ അക്കരെ അമ്പലത്തിലേക്ക് കയറിയിട്ടോ. അവിടെ പ്രാർത്ഥിച്ചു തിരിച്ചു പോരുകയാണ്.